സൃഷ്ടി പഠനത്തിലൂടെ സിട്ടാവിലേക്ക് ചെന്ന് ചേരാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, അതെ, ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, അവയെ അവഗണിച്ചുകൊണ്ട് അവർ അവരുടെ അടുത്തുകൂടി കടന്നു പോകുന്നു. ഒരു പർവ്വതത്തെ കുറിച്ച് ചിന്തിക്കാത്തവൻ മൗണ്ടൈനിനെ ഭൂമി നിങ്ങളെയും കൊടലകാതിരിക്കാൻ ആണികളാക്കി എന്ന പ്രയോഗം ലോകത്തിലെ ഏറ്റവും വലിയ മോഡേൺ സയൻസ് ആണ്. പർവ്വത വിജ്ഞാനീയത്തെ കുറിച്ചുള്ള ഗംഭീരമായ സൂചനകളാണ്. അഫലാ യൻദുറൂന ഇലൽ ലിബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഈ ആയത്ത് പഠിച്ച അന്ന് മുതൽ ഞാൻ യമനിൽ പോയി അവിടുത്തെ ഒട്ടകങ്ങളുടെ കൂടെ നിന്നു. ആ ഒട്ടകത്തെക്കുറിച്ച് പഠിച്ചു. ഒട്ടകത്തെക്കുറിച്ച് പഠിക്കുന്നില്ലേ, അതിന്റെ നാസാരന്ധ്രത്തെക്കുറിച്ച് അത്ഭുതം, അതിന്റെ പൂഞ്ഞയെക്കുറിച്ച് അത്ഭുതം, 2 കിലോമീറ്റർ അകലെയുള്ള വെള്ളം അറിയാനുള്ള അതിന്റെ കഴിവത്ഭുതം, മരുഭൂമിയിൽ കാല് കൊണ്ടുപോകാതിരിക്കാനുള്ള അതിന്റെ സംവിധാനം, മരുഭൂമിയിലെ മരുക്കപ്പലിനെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ യാന്ത്രികതയോ ഒരു മഹാബുദ്ധിയോ. കാസർഗോഡ് ജില്ലയിലെ ബസ് സ്റ്റാൻഡിലോ ഒരു ബസ് സ്റ്റോപ്പിലോ നിന്നാൽ ആ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചതിന്റെ പിന്നിൽ ഒരു കൂട്ടരുണ്ടെന്ന് വിശ്വസിക്കുന്ന നാം 20 സ്ക്വയർ ഫീറ്റോ 200 സ്ക്വയർ ഫീറ്റോ ഉള്ള 2 റൂം കാണുമ്പോൾ അതിനൊരു എഞ്ചിനീയർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നാം, സൂര്യനെ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ, അതിന്റെ 10 ഇരട്ടിയുള്ള നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ, 250 കിലോമീറ്റർ വേഗതയിൽ സെക്കൻഡിൽ സൂര്യൻ കറങ്ങുന്നതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലെന്നാണോ? മനുഷ്യരെ, നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? സെക്കൻഡിൽ നിങ്ങൾ ആലോചിച്ചേ, 40 ലക്ഷം ടൺ ഊർജ്ജമാണ് ഒരു സെക്കൻഡിൽ സൂര്യൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ എനർജി ഇല്ലേ, അത് എത്ര കാലത്തേക്കാ? സൂര്യനിൽ നിന്ന് ഒരു നിമിഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം ഭൂമിയിൽ 10,000 വർഷത്തേക്ക് ആവശ്യമായ വൈദ്യുതിക്ക് തുല്യമാണ് എന്നറിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലെ ആ നിയാമകനെ, ആ പടച്ച തമ്പുരാനെയാണ് ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്.